സമരസ്മൃതികൾ ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ റേഡിയോ മാറ്റുലി ക്ലബ് അംഗങ്ങൾ ഇന്ത്യയിലെ മഹത്തായ സ്വാതന്ത്ര്യസമര സ്മാരകങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ അധ്യായത്തിൽ സെല്ലുലാർ ജയിൽ. അവതരണം എയ്സ മെഹവിഷ്. പ്രിയ കൂട്ടുകാരെ, സെല്ലുലാർ ജയിലിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാനായി ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ നാടുകടത്തലിൻ്റെയും കണ്ണീരിൻ്റെയും കാലാപാനി എന്ന ഭീതിതമായ ഭൂതകാലം ഉറങ്ങുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പൊരുതിയ നമ്മുടെ ധീരരായ വിപ്ലവകാരികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാനസികമായും ശാരീരികമായും തകർക്കാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആ ക്രൂരമായ തടവറ ഇന്ന് ഭാരതീയരുടെ തീർത്ഥാടന കേന്ദ്രമായ ഒരു ദേശീയ സ്മാരകമാണ്. ഈ മഹത്തായ സ്മാരകത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും നമുക്ക് ഇന്ന് വിശദമായി മനസ്സിലാക്കാം. ഭാരതത്തിൻ്റെ പ്രധാന ഭൂവിഭാഗത്തിൽ നിന്ന് ഏകദേശം 1500ഓളം കിലോമീറ്റർ അകലെ ബംഗാൾ ഉൾക്കടലിൽ മ്യാൻമാറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയറിലെ അറ്റ്ലാന്റ പോയിന്റ് എന്ന കുന്നിൻ പ്രദേശത്താണ് ഈ ഭീമാകാരമായ ജയിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നാലുപാടും നീലക്കടലാൽ ചുറ്റപ്പെട്ട ഈ വിജനമായ ദ്വീപിലേക്ക് അന്ന് തടവുകാരെ കൊണ്ടുവന്നാൽ തിരികെ രക്ഷപ്പെടുക അസാധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതീയർ ഇതിനെ കറുത്ത വെള്ളം അല്ലെങ്കിൽ മരണത്തിൻ്റെ ജലം എന്നർത്ഥമുള്ള കാലാപാനി എന്ന് വിളിച്ചിരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു ശേഷമാണ് ആൻഡമാനിൽ തടവുകാരെ പാർപ്പിക്കുന്നതിനെക്കുറിച്ച് ബ്രിട്ടീഷുകാർ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. വിപ്ലവം അടിച്ചമർത്തിയ ശേഷം നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെ ബംഗാൾ ഉൾക്കടൽ കടത്തി ആൻഡമാനിലേക്ക് നാടുകടത്തി. ആദ്യകാലത്ത് വനനശീകരണത്തിനും കെട്ടിട നിർമ്മാണത്തിനുമായി ഈ തടവുകാരെ കഠിനമായി പണിയെടുപ്പിച്ചു. റോസ് ഐലൻഡ്, വൈപ്പർ ഐലൻഡ് എന്നിവിടങ്ങളിലായിരുന്നു ആദ്യകാല തടവറകൾ. 1880കളുടെ അവസാനത്തോടെ ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം കൂടുതൽ ശക്തമായി. വിപ്ലവകാരികൾ ജയിലുകൾക്കുള്ളിൽ വെച്ചും പരസ്പരം ആശയവിനിമയം നടത്താനും സംഘടിക്കാനും തുടങ്ങിയത് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തി. അതിനാൽ തടവുകാരെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പുതിയ ജയിൽ നിർമ്മിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചു. 1893 ജയിലിന്റെ നിർമ്മാണം ആരംഭിച്ചു. തടവുകാരെ കൊണ്ടു തന്നെയാണ് ഈ ജയിൽ പണിയിപ്പിച്ചത്. 1906 നിർമ്മാണം പൂർത്തിയായി. ഈ കൂറ്റൻ ജയിൽ നിർമ്മിക്കാൻ ആവശ്യമായ പ്രത്യേക ഇഷ്ടികകൾ മ്യാൻമറിൽ നിന്നാണ് കപ്പൽ മാർഗം എത്തിച്ചത്. സെല്ലുലാർ ജയിൽ എന്ന പേര് ലഭിച്ചത് ഇതിന്റെ പ്രത്യേക നിർമ്മാണ ശൈലിയിലാണ്. തടവുകാരെ പരസ്പരം കാണാനോ സംസാരിക്കാനോ അനുവദിക്കാത്ത വിധം ഒറ്റപ്പെട്ട സെല്ലുകൾ മാത്രമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഒരു സൈക്കിൾ ചക്രത്തിന്റെ ആകൃതിയിലാണ് ജയിൽ രൂപകൽപ്പന ചെയ്തിരുന്നത്. മധ്യഭാഗത്ത് ഒരു നിരീക്ഷണ ഗോപുരവും അതിൽ നിന്ന് 7 ദിശയിലേക്ക് നീളുന്ന 3 നിലകളുള്ള 7 ചിറകുകളുമാണ് ഉണ്ടായിരുന്നത്. ആകെ 693 സെല്ലുകളാണ് ജയിലിൽ ഉണ്ടായിരുന്നത്. ഓരോ സെല്ലിനും ഏകദേശം 13.5 അടി നീളവും 7 അടി വീതിയും മാത്രമായിരുന്നു. ഏകദേശം 3 മീറ്റർ ഉയരത്തിൽ ചെറിയൊരു വെന്റിലേറ്റർ മാത്രമാണ് വെളിച്ചത്തിനും വായു സഞ്ചാരത്തിനുമായി ഉണ്ടായിരുന്നത്. ഒരു നിരയിലെ സെല്ലുകളുടെ വാതിലുകൾ തുറക്കുമ്പോൾ അടുത്ത നിരയിലെ സെല്ലുകളുടെ പിൻഭാഗത്തെ ചുവർ കാണാൻ കഴിയുന്ന വിധത്തിലാണ് ജയിൽ രൂപകൽപ്പന ചെയ്തത്. അതിനാൽ ഒരു തടവുകാരന് മറ്റൊരാളെ കാണാനോ സംസാരിക്കാനോ സാധിക്കുമായിരുന്നില്ല. മധ്യത്തിലെ ഗോപുരത്തിൽ നിന്നിരുന്ന ഒരു കാവൽക്കാരന് 7 ചിറകുകളിലും നിരീക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും കറുത്തതും അതേസമയം ഏറ്റവും വീരോചിതവുമായ അധ്യായങ്ങളിലൊന്നാണ് സെല്ലുലാർ ജയിലിൻ്റേത്. ബരീന്ദ്ര കുമാർ ഘോഷ്, ബട്ടുകേശ്വർ ദത്ത്, ഉല്ലാസ്കർ ദത്ത്, സച്ചിന്ദ്രനാഥ് സന്യാൽ, പണ്ഡിറ്റ് പരാമാനന്ദ്, മഹാവീർ സിംഗ്, സവർക്കർ സഹോദരങ്ങൾ തുടങ്ങിയ നിരവധി പ്രമുഖ വിപ്ലവകാരികൾ ഇവിടെ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. തടവുകാർക്ക് മനുഷ്യത്വരഹിതമായ പീഡനങ്ങളാണ് ഇവിടെ നേരിടേണ്ടി വന്നത്. കന്നുകാലികൾക്കു പകരം എണ്ണയാട്ടുന്ന യന്ത്രത്തിൽ കെട്ടി ജോലി ചെയ്യിപ്പിക്കുക,
ചകിരിനാർ തിരുമ്മി കയറുണ്ടാപ്പിക്കുക, പുഴുക്കൾ നിറഞ്ഞ ഭക്ഷണം നൽകുക, ശുദ്ധജലം നിഷേധിക്കുക, രാത്രിയിലെ ശൗചാലയ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുക തുടങ്ങിയ ക്രൂരതകൾ അവർ അനുഭവിച്ചു. ഈ പീഡനങ്ങൾക്കെതിരെ തടവുകാർ നിരവധി നിരാഹാര സമരങ്ങൾ നടത്തി. 1933 നിരാഹാര സമരത്തിനിടെ ബ്രിട്ടീഷുകാർ ബലമായി മൂക്കിലൂടെ ആഹാരം നൽകിയപ്പോൾ മഹാവീർ സിംഗ്, മോഹൻ കിഷോർ നമോദാസ്, മോഹിത് മൈത്ര എന്നിവർ രക്തസാക്ഷികളായി. ഈ സംഭവം രാജ്യമെമ്പാടും പ്രതിഷേധത്തിനിടയാക്കി. തുടർന്ന് രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് 1937-38 കാലഘട്ടത്തിൽ രാഷ്ട്രീയ തടവുകാരെ ഭാരതത്തിലെ മറ്റ് ജയിലിലേക്ക് മാറ്റി. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് 1942 ജപ്പാൻ ആൻഡമാൻ പിടിച്ചടക്കി. 1943 ഡിസംബർ 30 നേതാജി സുഭാഷ് ചന്ദ്രബോസ് പോർട്ട് ബ്ലെയറിൽ ആസാദ് സിംഗ് പതാക ഉയർത്തുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് ഷഹീദ് സ്വരാജ് എന്നീ പേരുകൾ നൽകുകയും ചെയ്തു. യുദ്ധകാലത്തെ ബോംബാക്രമണത്തിലും പിന്നീടുണ്ടായ പ്രകൃതി ദുരന്തങ്ങളിലും ജയിലിന്റെ 7 ചിറകുകളിൽ 4 എണ്ണം തകർന്നു. ഇന്ന് 3 ചിറകുകളും മധ്യ നിരീക്ഷണ ഗോപുരവുമാണ് അവശേഷിക്കുന്നത്. 1979 ഫെബ്രുവരി 11 സെല്ലുലാർ ജയിലിനെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. ഇന്ന് പുരാവസ്തു സർവേ വകുപ്പ് ASI ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്നു. ജയിൽ വളപ്പിലെ അമർ ജ്യോതിയും സ്വാതന്ത്ര്യ സമര ചരിത്രം അവതരിപ്പിക്കുന്ന മ്യൂസിയവും പ്രവർത്തിക്കുന്നു. പ്രമുഖ വിപ്ലവകാരികൾ താമസിച്ചിരുന്ന സെല്ലുകൾ സന്ദർശിക്കുന്നതിനായി സംരക്ഷിച്ചിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നടക്കാറുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് സെല്ലുലാർ ജയിൽ. രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഈ ദേശീയ സ്മാരകം സന്ദർശിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഓരോ ശ്വാസത്തിനും പിന്നിൽ സെല്ലുലാർ ജയിലിന്റെ ഇരുണ്ട സെല്ലുകളിൽ കണ്ണീരും ചോരയും ചിന്തിയ അനേകം ധീരദേശാഭിമാനികളുടെ ത്യാഗമുണ്ട്. ആ മഹത്തായ ബലിദാനങ്ങളെ എന്നും സ്മരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. നന്ദി. സമരസ്മൃതികൾ, ചരിത്രത്തിന്റെ നാൾവഴികളിലൂടെ. ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ റേഡിയോ മാറ്റുലി ക്ലബ് അംഗങ്ങൾ ഇന്ത്യയിലെ മഹത്തായ സ്വാതന്ത്ര്യ സമര സ്മാരകങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്നത്തെ അധ്യായത്തിൽ സെല്ലുലാർ ജയിൽ. അവതരണം എയ്സ മെഹവിഷ്.